നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇനി വരുന്ന 5 വർഷം ആരായിരിക്കും കേരളം ഭരിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിധിയെഴുത്ത് പൂർത്തിയായിരിക്കുന്നു. ആ വിധിയെഴുത്ത് പൂർത്തിയായതുകൊണ്ട് തന്നെ ഇനി നമുക്കൊക്കെ സ്വതന്ത്രമായി അഭിപ്രായം പറയാം. അങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായം പറയുന്നവർക്ക് വേണ്ടി മറുനാടൻ ഒരു പ്രവചന മത്സരം നടത്തുന്നുണ്ട്. ആ പ്രവചന മത്സരത്തിന് വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 വീഡിയോകളിലൂടെ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. 5 ജനറൽ ചോദ്യങ്ങളും 31 മണ്ഡലങ്ങളിൽ ആര് ജയിക്കും എന്നതിനെക്കുറിച്ചുള്ള ചോദ്യവുമാണ് ഈ പ്രവചന മത്സരത്തിൻ്റെ കാതൽ. ഇതുകൂടാതെയാണ് ഇതിൻ്റെ അനുബന്ധമായി 54 മണ്ഡലങ്ങളിൽ ആര് ജയിക്കും എന്ന അഭിപ്രായം തേടിക്കൊണ്ട് ഞങ്ങൾ മറ്റൊരു സർവേ കൂടി ആരംഭിച്ചത്. 2 സർവേകളിലും ആയിരക്കണക്കിന് മറുനാടൻ പ്രേക്ഷകർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, ആദ്യ ദിവസം പ്രഖ്യാപിച്ച 5 ജനറൽ ചോദ്യങ്ങളും 31 ഉപചോദ്യങ്ങളുമുള്ള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഉത്തരം നൽകുന്നവർക്ക് മാത്രമാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നത്. രണ്ടാമത്തെ ലിങ്ക്, അതായത് 54 മണ്ഡലങ്ങളിൽ ആര് ജയിക്കും എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് വോളണ്ടിയറി അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ പേരിൽ സമ്മാനമില്ല. അത് ഞങ്ങളുടെ എക്സിറ്റ് പോളിൻ്റെ ഭാഗമായി മറ്റ് മാനദണ്ഡങ്ങൾക്കൊപ്പം ചേർക്കാൻ വേണ്ടി സംഘടിപ്പിക്കുന്ന ലിങ്കാണ്. അതുകൊണ്ട് നിങ്ങൾ 2ലും പങ്കെടുക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എന്നാൽ മത്സരത്തിന് യോഗ്യത ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമാണ്. അതായത് 31 ചോദ്യങ്ങളിൽ ആര് ജയിക്കും എന്നതിനെക്കുറിച്ചുള്ള ഉത്തരവും 5 ജനറൽ ചോദ്യങ്ങൾക്ക് ഉത്തരവും നൽകുന്നവർക്ക് മാത്രമാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യത. ഒരിക്കൽ പങ്കെടുത്തവർ വീണ്ടും പങ്കെടുക്കേണ്ടതില്ല. മുഴുവൻ ചോദ്യങ്ങൾക്കും ടിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ നൽകണം. ഗൂഗിൾ ഡോക്യുമെൻ്റ് ആണ്. ഏതെങ്കിലും ഒരു ഇമെയിലിലൂടെ നിങ്ങൾ ലോഗിൻ ചെയ്താലേ നിങ്ങൾക്കിതിൽ പങ്കെടുക്കാൻ കഴിയൂ. നിങ്ങളുടെ ഡിവൈസിൽ, അത് മൊബൈൽ ആയിക്കോട്ടെ, ഐപാഡ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, അതിൽ ഇമെയിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കിതിലേക്ക് പോകാൻ കഴിയും. അല്ലെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടി വരും. ഒരു കമ്പ്യൂട്ടറിൽ നിന്നും ഒരു തവണ മാത്രമേ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയൂ. എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം നൽകുന്ന ഒരാൾക്ക് കല്യാൺ ജുവലറി സ്പോൺസർ ചെയ്യുന്ന 1 പവൻ്റെ സ്വർണ്ണമായിരിക്കും സമ്മാനമായി കിട്ടുക. 2, 3 സമ്മാനങ്ങൾ ഓരോ iPhone 17 ആണ്. അതായത് ഐഫോണിൻ്റെ വിപണിയിലുള്ള പുതിയ ബ്രാൻഡാണ് iPhone 17. ഇതാണ് 2, 3 സമ്മാനങ്ങൾ കിട്ടുന്നവർക്ക് ലഭിക്കുന്നത്. ജെയിൻ ഡീംഡ് യൂണിവേഴ്സിറ്റി കൊച്ചി ക്യാമ്പസും രണ്ടാമത്തേത് ഗ്ലോബൽ സ്റ്റഡി ലിങ്കുമാണ്. കൂടാതെ ഏറ്റവും കൂടുതൽ ശരിയുത്തരം നൽകുന്ന 4 പേർക്ക് ഇടുക്കി കുളമാവിലുള്ള കാനനം റിസോർട്ടിൽ ഓരോ ദിവസം താമസിക്കാനുള്ള സൗജന്യ കൂപ്പണും നൽകും. ഇത്രയുമാണ് ഞങ്ങളുടെ സമ്മാനം. നിങ്ങൾ ചെയ്യേണ്ടത് ഈ കൊടുത്തിരിക്കുന്ന 2 ലിങ്കുകളിലും ക്ലിക്ക് ചെയ്യുക. ആദ്യത്തെ ലിങ്കാണ് മത്സരത്തിന് വേണ്ടിയുള്ള ലിങ്ക്. അതിലെ 36 ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുള്ളത് ടിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഏത് മുന്നണിയാണ് ജയിക്കുന്നത്, ഓരോ മുന്നണിയും എത്ര സീറ്റ് നേടുന്നു തുടങ്ങിയ ചോദ്യങ്ങളാണ് ജനറൽ ചോദ്യങ്ങൾ. ഇതിൽ ഒരു ചോദ്യം ആശയക്കുഴപ്പമുണ്ടാക്കും: ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്നത്. അതിൽ 5 പേരുടെ പേരെ കൊടുത്തിട്ടുള്ളൂ: പിണറായി വിജയൻ, ശൈലജ ടീച്ചർ, VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല. എന്നാൽ ഇവരാരുമല്ല എന്നുത്തരം പറയുന്ന പലരുമുണ്ട്. അവർക്ക് ഓപ്ഷൻ തൽക്കാലമില്ല. ഈ 5 പേരിൽ ആർക്കെങ്കിലും നിങ്ങൾ വോട്ട് ചെയ്യുക. ഈ 5 പേരല്ലാതെ മറ്റൊരാളാണ് മുഖ്യമന്ത്രി ആവുന്നതെങ്കിൽ ഈ ചോദ്യം ഞങ്ങൾ മത്സരത്തിൽ നിന്നും ഒഴിവാക്കുന്നതാണ്. അതുകൊണ്ട് ധൈര്യമായി നിങ്ങൾ അതും ഫില്ല് ചെയ്യുക. ഒപ്പം തന്നെ രണ്ടാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ദയവായി ഞങ്ങളുടെ എക്സിറ്റ് പോളിൽ സഹകരിക്കണമെന്നും അപേക്ഷിക്കുന്നു. ഈ ചോദ്യോത്തരം മാത്രമല്ല എക്സിറ്റ് പോളിൻ്റെ മാനദണ്ഡം, മറ്റൊരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ഇത് അതിൻ്റെ ഭാഗമായി ഒരു അനുബന്ധ ചോദ്യാവലിയായി ഉപയോഗിക്കാനാണ്. അതിൽ 54 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് സാധ്യതയാണ് ഞങ്ങൾ പറയുന്നത്. മത്സരത്തിൽ പങ്കെടുക്കുന്നവർ മഞ്ചേശ്വരം, തൃക്കരിപ്പൂർ, തളിപ്പറമ്പ്, പേരാവൂർ, പേരാമ്പ്ര, ബേപ്പൂർ, തിരുവമ്പാടി, തവനൂർ, പൊന്നാനി, തൃത്താല, പാലക്കാട്, തൃശ്ശൂർ, മണലൂർ, കളമശ്ശേരി, കൊച്ചി, കുന്നത്തുനാട്, ദേവികുളം, ഇടുക്കി, പാല, ഏറ്റുമാനൂർ, പൂഞ്ഞാർ, തിരുവല്ല, ആറന്മുള, അമ്പലപ്പുഴ, കായംകുളം, കൊട്ടാരക്കര, പത്തനാപുരം, കഴക്കൂട്ടം, തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, നേമം എന്നീ മണ്ഡലങ്ങളിൽ ആര് ജയിക്കും എന്ന് ഉത്തരം പറയേണ്ടതുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം പറയുന്നവരുടെ എണ്ണം കൂടുതലാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും സമ്മാനം കൊടുക്കുക. ആരൊക്കെയെല്ലാം ശരിയാക്കി എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നതാണ്. സമ്മാനാർഹരെ ഞങ്ങൾ അവരുടെ ഇമെയിലിലൂടെയാണ് വിവരം അറിയിക്കുന്നത്. അവർ തിരിച്ച് അവരുടെ വിശദാംശങ്ങൾ പിന്നീട് നൽകേണ്ടി വരും. ഞങ്ങൾ തൽക്കാലം ആരുടെയും കോൺടാക്ട് ഡീറ്റെയിൽസോ ഫോൺ നമ്പറോ ഒന്നും ചോദിച്ചിട്ടില്ല എന്ന് ഓർക്കുക. മറുനാടൻ ഈ തെരഞ്ഞെടുപ്പ് സർവേയിൽ നിങ്ങൾ സഹകരിക്കുക. ആയിരക്കണക്കിന് ആളുകൾ ഈ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഇതുവരെ നിങ്ങൾ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ വോട്ട് ചെയ്ത് സമ്മാനം നേടാൻ ശ്രമിക്കുക. ഒപ്പം നമുക്ക് കൃത്യമായി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന ഒരു രൂപരേഖ ലഭിക്കുമെന്നും മറക്കരുത്.